അല്ല ഇതിക്ക് വേണ്ടി നമുക്കിപ്പോൾ ഒരു വ്യക്തിയുടെ പേരെടുത്ത് അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം ഇൻഫർമേഷൻ പല ആളുകൾ പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കേരള പോലീസിന് വേണ്ടി സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള വിഭാഗത്തിൽ നിന്ന് നമുക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ദിവസങ്ങളിൽ നല്ല രീതിയിൽ നമുക്ക് പ്രതിയെ പിടിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഓരോരോ എല്ലാ സമൂഹത്തിൽ ഞാൻ പറയുന്നത് എല്ലാവരെയുമാണ്, പൊതുജനങ്ങളുടെ ഇടയിൽ നല്ലൊരു സപ്പോർട്ട് പിന്തുണ കേരള പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് ഈസി ആയിട്ട് പിടിക്കാൻ സാധിച്ചത്. ഈ പോലീസിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എല്ലാ ഇൻഫർമേഷൻസ് നൽകിയ ഓരോരോ വ്യക്തിക്കും പ്രത്യേകം നമുക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ അത് പറഞ്ഞല്ലേ, 23 കേസുകളുണ്ടല്ലേ. ആ കേസുകളുടെ അവസ്ഥകൾ ഇപ്പോൾ എന്താണ് പരിശോധിക്കാം. അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ കേസ് വേഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കോടതിയിൽ കുറ്റപത്രം കൊടുക്കാം. പെൻഡിങ് ട്രയൽ കേസുകൾ ട്രയൽ പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. കാപ്പ നടപടികൾ തുടങ്ങും. ബെയിൽ വയലേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നടപടികളും തുടങ്ങും. അതുപോലെ സെക്യൂരിറ്റി പ്രൊസീഡിങ്സ് എവിടെയാണ് ആവശ്യമുള്ളത് ആ കാര്യങ്ങളെല്ലാം ഉടൻ തുടങ്ങും. അല്ല, അത് ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ ഈ പ്രതി പിടിക്കപ്പെട്ടത് കണ്ണൂരിൽ വെച്ചിട്ടാണ്. പക്ഷേ കേരള പോലീസ് മൊത്തം എല്ലാ ജില്ലകളിലും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടി പല ഇൻഫർമേഷൻസ് പൊതുജനങ്ങളുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടിയിരുന്നത്. എല്ലാ ഇൻഫർമേഷൻസും വളരെ ഗൗരവത്തോടെ തന്നെ എല്ലാ ജില്ലകളിലും പരിശോധന നടത്തി ആ ജില്ലകളിൽ പരിശോധിക്കേണ്ട കാര്യങ്ങൾ അവിടെ കൊടുക്കും. അല്ലെങ്കിൽ അത് നമ്മളുടെ മേലുദ്യോഗസ്ഥരോട് അറിയിച്ചിട്ട് മറ്റ് ജില്ലകളിൽ ഷെയർ ചെയ്യുക, ഉടൻ അത് ചെക്ക് ചെയ്യുക. അങ്ങനെ കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് നല്ല രീതിയിൽ ഒരു കോർഡിനേഷൻസ് എല്ലാ ജില്ലയിലും ഉണ്ടായിരുന്നത്. അതിക്ക് വേണ്ടി ശാസ്ത്രീയമായിട്ട് സൈബർ രംഗത്തിലുള്ള എല്ലാ സേവനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓരോ ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്താണ് ഈ പ്രതിയിൽ പിടിക്കപ്പെട്ടത്. അല്ല, ആ കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷണത്തിൽ പറയാം. കേസ് അന്വേഷണത്തിൽ ഉള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം പിന്നെ കോടതിയിൽ റിപ്പോർട്ടായിട്ട് കൊടുക്കാം. കാപ്പ ചുമത്തണമെങ്കിൽ ഒന്നുക്ക് കൂടുതൽ കേസുകൾ ഉണ്ടാവണം. അപ്പോൾ ഇയാൾക്കെതിരായിട്ട് ഒന്നുക്ക് കൂടുതൽ കേസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ചിട്ട് കാപ്പ നിയമപ്രകാരം അദ്ദേഹം അർഹതയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നടപടികൾ സ്വീകരിക്കും. ഓക്കെ, അത് പറഞ്ഞല്ലേ തുടക്കത്തിൽ തന്നെ. ഹാർബറിങ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ് അത് വരുന്ന ദിവസങ്ങളിൽ അന്വേഷിച്ചിട്ട് നിയമ നടപടികൾ അതെ കറക്റ്റാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടീമിനെ അങ്ങനെ എന്തെങ്കിലും അത് നമുക്ക് ആൾറെഡി ഉണ്ട്. പ്രത്യേക കണ്ടല്ലേ, വലിയ സ്ക്വാഡ് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ടീം ആൾറെഡി ഉണ്ട്, അവർ ചെയ്യും. ഇദ്ദേഹത്തിന് വേണ്ടി ഹാർബർ ചെയ്ത എല്ലാ വ്യക്തികളെയും നമ്മൾ വ്യക്തികൾക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കും. താങ്ക് യു. പിന്നെ ഒരു അഭിമാനമാണ് ആ സ്ക്വാഡിൻ്റെ ഒരു ഭാഗമായിട്ട് അവരുടെ അനുഭവങ്ങൾ കേൾക്കുന്നത് ഒരു അഭിമാനമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പോലീസിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ, ഡേ നൈറ്റ് വർക്ക് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും അത് സിനിമ പോലെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ത്രില്ലിംഗ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ കണ്ണൂർ സ്ക്വാഡ് പടം കണ്ടതുപോലെ തന്നെയാണ് ഈ കണ്ണൂർ സ്ക്വാഡ് പ്രവർത്തിച്ചിട്ടുള്ളത്.